20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ MBA എന്ന കോഴ്സ് നിലവിൽ വരുമ്പോൾ, അതും USA-യിൽ വന്ന ആ ഒരു സമയം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡസ്ട്രിയലൈസേഷനുമായി ബന്ധപ്പെട്ട്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷനുമായി ബന്ധപ്പെട്ട് മാറി വന്ന സാഹചര്യങ്ങൾ, വർക്ക് എൻവയോൺമെന്റിലും വർക്ക് കൾച്ചറിലും ഒക്കെയുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ച് തന്നെയായിരുന്നു മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതും അതിന്റെ കരിക്കുലം ബിൽഡ് ചെയ്തതും. പക്ഷെ ഇന്ന് എവിടെയാണ് MBAയുടെ സ്ഥാനം എന്ന് മനസ്സിലാക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം 2025-ൽ എന്തൊക്കെയാണ് പുതിയ ട്രെൻഡുകൾ MBAയിൽ വരാൻ പോകുന്നത് എന്ന കാര്യവും തീർച്ചയായിട്ടും നാം അറിഞ്ഞിരിക്കണം. സോ ആദ്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഫോർച്യൂൺ ഇന്ത്യയിൽ വന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ്. 2021-22 കാലയളവിൽ വന്ന ഒരു കണക്കനുസരിച്ച് ആ ഒരു വർഷം പുറത്തിറങ്ങിയ MBA ഗ്രാജുവേറ്റ്സ് എന്നുള്ളത് 4 ലക്ഷത്തിന് മുകളിലാണ്. അതും 3100 ഇന്ത്യയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് പുറത്തു വന്ന MBA ഗ്രാജുവേറ്റ്സിന്റെ കണക്കാണ്. ചെറിയ നമ്പർ അല്ല. വേറൊരു കണക്ക് സ്റ്റാറ്റിസ്റ്റിക്കയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് 2024-ൽ എംപ്ലോയബിലിറ്റിയുമായി ബന്ധപ്പെട്ട് വന്ന വർധനവാണ്. എംപ്ലോയബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഗ്രാജുവേറ്റ് ആ കോഴ്സ് ചെയ്തതിനു ശേഷം ഏത് ജോബിലേക്കാണോ ഇറങ്ങാൻ പോകുന്നത് അതിന് റെലവൻ്റായ സ്കില്ലും കാര്യങ്ങളും ഉണ്ടോ എന്ന് അളക്കുന്ന ഒരു കാര്യമാണ്. സോ 2021-ൽ അത് 47% 24-ലേക്ക് വരുമ്പോൾ 71%, അതായത് 71% കൂടുന്നു എന്നുള്ളതാണ്. അതായത് വലിയൊരു വർധനവ് തന്നെയാണ് എംപ്ലോയബിലിറ്റിയുമായി ബന്ധപ്പെട്ട് MBA ഗ്രാജുവേറ്റ്സിന്റെ കാര്യത്തിൽ വന്നിട്ടുള്ളത്. സോ ഇത് മനസ്സിലാക്കി തരുന്നത് പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ കഴിവാണ്, പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കഴിവാണ്, ഫാക്കൽറ്റിയുടെ എഫക്റ്റീവ്നെസ് ആണ്. സോ അത്രയും നല്ല ഗ്രാജുവേറ്റ്സ് പുറത്തിറങ്ങുന്നു. അവർ കുറച്ചും കൂടി കൂടുതൽ എംപ്ലോയബിൾ ആകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി വരുന്ന കണക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അല്പം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ പ്രയാസമുണ്ടാക്കാനും സാധ്യതയുണ്ട്. 2023-ലാണ് ഈ കണക്ക് പറയുന്നത്. ജോബ് ഡിമാൻഡുമായി ബന്ധപ്പെട്ടിട്ടാണ്, ജോബ് ഓപ്പർച്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ബാക്കിയുള്ള കോഴ്സുകൾ ഓൺ ആവറേജ് എടുത്തു നോക്കുമ്പോൾ അവരുടെ ജോബ് നേടാനുള്ള സാഹചര്യം 25% കുറയുമ്പോൾ MBAയുടെ കാര്യത്തിൽ അത് 55% കുറഞ്ഞു എന്നുള്ളതാണ്. അതായത് ബാക്കിയുള്ള കോഴ്സിനേക്കാളും MBA പഠിച്ച കൂട്ടുകാർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കുറഞ്ഞു വരുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. സോ ഇത് ഒരു നല്ല കാര്യമല്ല. പ്രാക്ടിക്കലായി, റെലവൻ്റായി, പ്രാഗ്മാറ്റിക് ആയ പല കാര്യങ്ങളും ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ രംഗത്തെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യമാണ്. 5 മെയിൻ ട്രെൻഡ്സ് ആണ് MBAയുടെ കാര്യത്തിൽ വരാൻ പോകുന്നത്. ആദ്യത്തെ ട്രെൻഡ് എന്ന് എടുത്ത് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒബ്വിയസ്ലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. സോ AI ടൂൾസും ടെക്നിക്സും നമ്മുടെ ജീവിതത്തിലും കരിയറിലും എഡ്യൂക്കേഷനിലും ഏകദേശം എല്ലാ മേഖലകളിലേക്കും കടന്നു വന്നിരിക്കുകയാണ്. MBAയുടെ കാര്യത്തിലും നമുക്ക് ഈ കാര്യം മാറ്റി നിർത്താൻ പറ്റില്ല. MBA പഠിച്ചതിന് ശേഷം കുട്ടികൾ പുറത്തുപോയി ജോലി ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ AI ടൂൾസും ടെക്നിക്സും പഠിച്ച് അവർക്ക് അവരുടേതായ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് മുന്നോട്ട് പോകാം എന്ന ഒരു സാഹചര്യം അത് നല്ലതാണ്. പക്ഷെ അതിനേക്കാളും ഏറ്റവും ബെറ്റർ എന്നുള്ളത് കറന്റ്ലി എക്സിസ്റ്റ് ചെയ്യുന്ന MBA കരിക്കുലം പ്രോഗ്രാം അത് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ AI ടൂൾസും ടെക്നിക്സും എങ്ങനെ ഉൾപ്പെടുത്തി MBAയെ വളരെ റെലവൻ്റായ ഒരു കോഴ്സാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ്. സോ ഈ രീതിയിലുള്ള മാറ്റമാണ് നമുക്ക് ആദ്യത്തെ ട്രെൻഡിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസിന്റെ അപ്ലിക്കേഷൻസ്, ടെക്നിക്സിന്റെ സാധ്യതകൾ MBA കോഴ്സുകളിലും വരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ട്രെൻഡ് എന്നുള്ളത് സസ്റ്റൈനബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ എൻവയോൺമെന്റുമായി കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു MBA പ്രോഗ്രാം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് പല യൂണിവേഴ്സിറ്റികളും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. സോ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, MBA എന്നുള്ളത് ഒരു ടിപ്പിക്കൽ കോഴ്സാണ്. എഞ്ചിനീയറിംഗ് പോലെയോ മെഡിക്കൽ പോലെയോ അല്ല, മറിച്ച് ബിസിനസ് രംഗത്തെ പല കാര്യങ്ങളെയുമാണ് ഇത് പ്രത്യേകം ഹൈലൈറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ബിസിനസിന്റെ കോർ കൺസെപ്റ്റ് എന്നുള്ളത് പ്രോഫിറ്റബിലിറ്റിയാണ്. സോ ഇങ്ങനെ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി പലപ്പോഴും നമ്മുടെ എൻവയോൺമെന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പല ഫാക്ടേഴ്സിനെയും ചൂഷണം ചെയ്യാറുമുണ്ട്. സോ അതുകൊണ്ട് തന്നെ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന MBA കോഴ്സിലേക്ക് സസ്റ്റൈനബിലിറ്റി കൊണ്ടുവരുമ്പോൾ, എൻവയോൺമെന്റ് ഫ്രണ്ട്ലി സൊല്യൂഷൻസ് കൊണ്ടുവരുമ്പോൾ കാതലായ മാറ്റമാണ് നമുക്ക് സിലബസുകളിൽ കാണാൻ പറ്റുന്നത്. ആ രീതിയിലുള്ള ഗ്രാജുവേറ്റ്സിനെയാണ് ഇനി MBA കോഴ്സ് പഠിച്ച് പുറത്തിറങ്ങുന്നതായി നമുക്ക് കാണാൻ പറ്റുന്നത്.
മൂന്നാമത്തെ കാര്യം എന്നുള്ളത്, മൂന്നാമത്തെ ട്രെൻഡ് എന്നുള്ളത് MBA ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് പ്രാക്ടിക്കലായിട്ടുള്ള വളരെ റെലവൻ്റ് ആയിട്ടുള്ള കോഴ്സ് MBA വഴി ചെയ്യണം എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ MBA കോഴ്സ് ബിൽഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതും ഇത് തന്നെയായിരുന്നു. ആ MBA കോഴ്സ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കഴിഞ്ഞതിന് ശേഷം വന്ന ആ വർക്ക് കൾച്ചറിൽ വന്ന മാറ്റങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളിച്ചാണ് പോകണം എന്നുള്ളത്. പക്ഷേ പല സമയത്ത് പല മാറ്റങ്ങളും വന്നു. MBA അതിനനുസരിച്ച് മാറിയില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ടെക്സ്റ്റ് ബുക്ക് MBAകളായി മാറിയിരിക്കുന്നു. സോ അതിനെ കുറച്ചും കൂടി കേസ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട്, പ്രാക്ടിക്കൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, പ്രാഗ്മാറ്റിക് ആയ പല പ്രോബ്ലം സോൾവിങ്ങിന് എങ്ങനെ ആ കോഴ്സ് ഉപയോഗിക്കാം എന്ന് പഠിക്കുന്ന ഗ്രാജുവേറ്റ്സിന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ട്രെൻഡായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നാലാമത്തത് ഒബ്വിയസ്ലി സ്പെഷ്യലൈസേഷൻ ആണ്. സോ ഇവിടെ സൈബർ സെക്യൂരിറ്റി, ഡാറ്റ അനലിറ്റിക്സ്, മെഷീൻ ലേണിംഗ്, അങ്ങനെ പല കാര്യങ്ങളും വരുന്നുണ്ട്. അത് MBAയിൽ ഉൾപ്പെടുത്തി MBAയുടെ ഒരു സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാം ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തു വരുന്നു എന്നുള്ളതും ഹാപ്പി ന്യൂസ് തന്നെയാണ്, ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. സോ ഇങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് MBA എന്നുള്ളത് ബാക്കി MBA പ്രോഗ്രാമിനേക്കാളും ഡിഫറെൻ്റ് ആയിരിക്കും. പർട്ടിക്കുലർ ആയിട്ടുള്ള അപ്ലിക്കേഷന്, ഡിമാൻഡിന് വേണ്ടി ഗ്രാജുവേറ്റ്സിനെ ഡെവലപ്പ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമായി ഇത് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അഞ്ചാമത്തെയും അവസാനത്തെയും ട്രെൻഡ് എന്നുള്ളത് ഫ്ലെക്സിബിലിറ്റിയാണ്. അതായത് ഈ കോഴ്സ് എങ്ങനെ പഠിക്കുന്നു എന്ന കാര്യവുമായി ബന്ധപ്പെട്ട് പൊതുവെ നമുക്കറിയാം MBAയുടെ ഏറ്റവും കോമൺ ഫോർമാറ്റ് എന്നുള്ളത് റെഗുലർ MBA ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം ക്ലാസ്സുകളിൽ പോയി, കോളേജുകളിൽ പോയി, യൂണിവേഴ്സിറ്റി ഡിക്റ്റേറ്റ് ചെയ്ത കോളേജ് ടൈമിങ്ങിൽ അറ്റൻഡൻസോട് കൂടി പഠിച്ചിറങ്ങുന്ന കുട്ടികളാണ് ആ റെഗുലർ കോഴ്സിന്റെ ഭാഗമാകുന്നത്. പുറം രാജ്യങ്ങളിൽ ഡിഫറെന്റ് കൺസെപ്റ്റാണ്. ഏതായിരുന്നാലും ഇന്ത്യയിൽ അതാണ് സിറ്റുവേഷൻ. 2 വർഷം അല്ലെങ്കിൽ 4 സെമസ്റ്ററായി പഠിക്കുന്ന കോഴ്സായിട്ടാണ്. കുറച്ചു കാലം കഴിഞ്ഞ് നമുക്ക് എക്സിക്യൂട്ടീവ് MBA കൂടി മനസ്സിലാക്കാൻ പറ്റി. അത് 1 വർഷം കൊണ്ട് MBA കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇതിന് സ്വീകാര്യത അത്ര ലഭിച്ചിട്ടില്ല. എങ്കിലും വർക്ക് ചെയ്യുന്ന സീനിയർ എക്സിക്യൂട്ടീവ്സും മറ്റും ഇങ്ങനെ എക്സിക്യൂട്ടീവ് MBA ചെയ്യുന്നുമുണ്ട്. പിന്നീടുള്ളത് പാർട്ട് ടൈം MBA ആണ്. 2 വർഷത്തെ MBA 3 വർഷം വരെ കൊണ്ടുപോയി 4 സെമസ്റ്റർ എന്നുള്ളത് 6 സെമസ്റ്റർ ആക്കി പഠിക്കുന്ന രീതിയൊക്കെയുണ്ട്. അത് ആ MBA പ്രോഗ്രാമിന്റെ ലെങ്ത് കൂട്ടുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നീട് നമുക്ക് ഓൺലൈൻ MBA കുറിച്ച് മനസ്സിലാക്കാൻ പറ്റി, ഡിസ്റ്റൻസ് MBA കുറിച്ച് മനസ്സിലാക്കാൻ പറ്റി. സോ നമുക്ക് ആ ഒരു MBA കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇന്ന് വരെയുള്ള ഒരു സമയം എന്നുള്ളത് ഫ്ലെക്സിബിലിറ്റി കൂടി വരുന്നു എന്നുള്ളതാണ് ഈ MBA പർസ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. സോ ഈ കാര്യമാണ് നമുക്ക് 5ാമത്തെ ട്രെൻഡിൽ മനസ്സിലാക്കാനുള്ളത്. MBA പർസ്യൂ ചെയ്യുന്ന, പഠിക്കുന്ന കാര്യത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി കൂടി വരുന്നു എന്നുള്ളതാണ്. ഇത് കൂടുതൽ സഹായിക്കാൻ പോകുന്നത് വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്സിന് അവർക്ക് MBA പ്രോഗ്രാമില്ലെങ്കിൽ അത് അക്വയർ ചെയ്യാനുള്ള സാഹചര്യമാണ്. സോ റെഗുലറായി MBA ചെയ്യുന്ന കൂട്ടുകാർ MBA ചെയ്യുന്നത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് പ്രവേശിക്കാനാണെങ്കിൽ, ഇങ്ങനെയുള്ള എക്സിസ്റ്റ് ചെയ്യുന്ന പ്രൊഫഷണൽസ് MBA ചെയ്യുന്നത് ഒബ്വിയസ്ലി അവരുടെ വർക്കിനെ കോംപ്ലിമെന്റ് ചെയ്യാനാണ്. ആ വർക്കിന് ആവശ്യമായ പല കാര്യങ്ങൾ മനസ്സിലാക്കാനും കരിയറിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഇറങ്ങാനുള്ള അല്ലെങ്കിൽ കയറാനുള്ള ഒരു സാധ്യത സൃഷ്ടിക്കാൻ കൂടിയാണ്. സോ ഇതാണ് ഫ്രണ്ട്സ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. MBA മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ 2025 എങ്ങോട്ട് പോകുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് MBA കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ MBA ബന്ധപ്പെട്ട് പുതിയ ഏതെങ്കിലും ട്രെൻഡുകൾ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഉപയോഗപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.